ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകി ആ അപേക്ഷയിലൂടെയുള്ള ഫയൽ നീക്കത്തിന്റെ ഭാഗമായി ഈ എ പത്മകുമാറും എൻ വാസുവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മറ്റാളുകളും എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണല്ലോ ഇപ്പോൾ SIT ക്രോസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് അപ്പോൾ ദേവസ്വം ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അതിലൊന്നും സർക്കാർ ഒരു ഭാഗമേ അല്ല, ദേവസ്വം മന്ത്രി ഭാഗമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രി ഭാഗമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രിക്ക് അപേക്ഷ നൽകിയത്? ഇവിടെ സ്വർണ്ണം ചെമ്പായത് അല്ലെങ്കിൽ സ്വർണ്ണം ചെമ്പാക്കിയത് അവിടെ ഉണ്ടായിരുന്നത് സ്വർണ്ണം പതിച്ച പാളികളായിരുന്നല്ലോ. അപ്പോൾ ആ സ്വർണ്ണം പതിച്ച പാളികൾ വെറും ചെമ്പ് പാളികളായി മാറിയത് ആരാണ്, മാറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ വേണ്ടത്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രസിഡന്റ് അദ്ദേഹം, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇനി ആ രണ്ട് കാര്യങ്ങളും നമുക്ക് എന്തായാലും മാറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ ഈ രണ്ടുപേരും അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയെങ്കിൽ അതിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണ്? നിന്റെ സമയം ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നടപടി എടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് നടപടി എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു 2 വിക്കറ്റിലേ ആയുള്ളൂ. എത്ര പേര് വരെ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ നടപടിയും കൂടി ഒന്നിച്ചെടുക്കാം. ഒറ്റത്തവണ സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേർന്നാൽ മതിയല്ലോ. ചാടിക്കേറി ഇപ്പോൾ ഓരോരുത്തർക്കെതിരെ നടപടിയെടുത്ത് അങ്ങനെ പിന്നെ വീണ്ടും യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ക്യാമ്പയിനിടയിലൊക്കെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുക. ഇവിടെ മുൻ ദേവസ്വം മന്ത്രി മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചു വന്ന ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞതിൽ തന്ത്രിയാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. തന്ത്രിയാണോ അതോ മന്ത്രിയാണോ? അതാണ് അറിയേണ്ടത്. അപ്പോൾ തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അത് ആരായാലും കണ്ടുപിടിക്കപ്പെടണം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. അവർക്കെതിരായ ശിക്ഷാ നടപടികളിലേക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന BNS പ്രകാരമുള്ള ഏറ്റവും ഉചിതമായ ശിക്ഷയിലേക്ക് അവരെത്തണം. അവിടെ സ്വർണ്ണം കൊണ്ടുപോയതിനല്ല, വിശ്വാസികളെ വഞ്ചിച്ചതിനുള്ള ഉചിതമായ ശിക്ഷയായി അത് മാറണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. ഈ സ്വർണ്ണം മാത്രമല്ല, ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സ്വർണ്ണവും അതടക്കം അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മിനിറ്റ്സ് ബുക്ക് അല്ലെങ്കിൽ വരവ് ചെലവ് അല്ലെങ്കിൽ മറ്റ് രേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല എന്ന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള എ പത്മകുമാർ തന്നെ പറയുന്ന ഒരു അഭിമുഖം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വ്യാപകമായി തന്നെ. അപ്പോൾ എന്തൊക്കെ അവിടെ നിന്ന് ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അദ്ദേഹം വന്നതിന് ശേഷം അപ്പോൾ 2007, 2019 കാലഘട്ടത്തിൽ എല്ലാം പ്രോപ്പർ ആക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കൊച്ചമ്മയുടെ മുന്നിൽ എന്റെ ഇമേജ് ഞാൻ നോക്കണം. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്നുരുളുക, അതേ രക്ഷയുള്ളൂ. ഇവിടെ പ്രധാനമായും ഭക്തർ സമർപ്പിച്ച സ്വർണ്ണമടക്കം അവിടെ അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ഒരു രേഖയില്ലാതെ അവിടെ നിന്ന് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ കള്ളന്മാരെല്ലാം പുറത്തേക്ക് വരണം. എൻ വാസുവിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ എ പത്മകുമാർ കൂടി SITയുടെ കസ്റ്റഡിയിലുണ്ട്. രണ്ടുപേരെയും നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം പുറത്തു വരും. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഇവിടെ പ്രതിരോധത്തിലായ പാർട്ടി നടപടിക്ക് ഇപ്പോൾ മടിച്ചു നിൽക്കുകയാണ്. അത് ഇനി എത്ര പേരുണ്ടെന്ന് കരുതി അവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നടപടി എടുക്കുന്നതാണ്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും ഒരു നടപടി എടുക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്.